ഹലോ ചങ്ങാതിമാരെ, എല്ലാവർക്കും നാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ അടിപൊളി നമുക്കൊരു മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞങ്ങളിവിടെ വേളാവിൻ്റെ മീനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അടുത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് വന്ന് ഇതിൽ ചതച്ചാണ് ഇടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് മീനിലേക്ക് അരപ്പെല്ലാം ഒന്ന് പിടിക്കും. ശേഷം ഈ ഒരു ബൗളിൽ ഒരു ബൗൾ അരി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ കുക്കറാണ് ചൂടാവാൻ വെച്ചിട്ടുള്ളത്. കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണയുടെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ നമുക്കതിനെ ഒന്ന് മൂപ്പിച്ച് ഒന്നെടുക്കാം. എണ്ണയിൽ കിടന്ന് ഒരു വിധം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, ഇതിൻ്റെ ഉപയോഗം ലാസ്റ്റേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആ കുക്കറിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണയും നെയ്യും കൂടെ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഏലക്കയും കറുവാപ്പട്ടയും ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു 1/2 സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെടുത്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 മുളക് പകുതി അരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട്. ഇച്ചിരി വലിയ മുളകാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അതൊന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരി എടുത്തില്ല ബൗള്, ആ ബൗള് വെള്ളം അളന്ന് ഒഴിക്കാം. അതിൽ നമ്മളിപ്പോൾ 1 ബൗൾ അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2 ബൗൾ വെള്ളം, അങ്ങനെയാണ് കണക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കറക്റ്റ് 2 ബൗൾ വെള്ളം ഒഴിച്ചാൽ മാത്രമേ ആ അരി പാകത്തിന് വെന്ത് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വിടാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി, ആദ്യം കാണിച്ചതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി ഇതിലേക്ക് ഇടുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പകുതി നാരങ്ങ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഇതൊന്ന് മൂടി വെച്ചേക്കാം. അതൊന്ന് 2-3 വിസിലാവുന്ന വരെ അതൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അതിനായിട്ട് അടുത്ത ഫ്രൈ പാൻ വെക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ മീൻ, അതെടുത്ത് ഫ്രൈ ചെയ്യാനാണ്. അടുത്ത ഫ്രൈ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മീൻ അത്ര ഇട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മീനെല്ലാം വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ തിരിച്ചും കൂടെ ഒന്നിട്ട് വേവിച്ചതിന് ശേഷം അതിനെ മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊരിച്ച മീൻ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അടുത്ത് നമുക്ക് ഒരു 4 സവാള എടുത്ത് അതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു പാൻ എടുത്ത് നമുക്ക് ചൂടാകാൻ വെച്ചിട്ട് അതിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ പൊരിച്ച മീൻ, അതിൻ്റെ എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് അതിലേക്ക് കറുവാപ്പട്ടയും ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നില്ല 4 സവാള, അതത്രയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ കിടക്കുന്ന സവാള അത്രയും നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം.
എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞ് ഇവിടെയും വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കടുത്ത് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു പരുവമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ടൈം എടുക്കും നല്ല രീതിയിലൊന്ന് വെന്ത് വരാൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ ഞങ്ങളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്കത് വീണ്ടും മൂടി തുറന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത മസാല ഇടേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം 1/2 സ്പൂൺ ഗരം മസാല പൊടിയാണ് ഇവിടെ ഇടുന്നത്. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അടുത്ത് 1 സ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടി ചേർക്കുന്നു. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ശേഷം നമുക്കിതെല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്കടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം. അത് വെള്ളം തീരെ വറ്റണ്ട, ഒന്ന് നല്ല രീതിയിൽ മട്ടത്തിനൊന്നായിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നമ്മൾ എല്ലാത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം മസാലയിൽ ഉപ്പ് ചേർത്താൽ മതി എന്ന് പറഞ്ഞ് തീരെ കുറയ്ക്കാനും നിൽക്കരുത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങളിവിടെ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യം അനുസരിച്ച് വെള്ളം ചേർക്കണം. മസാല ഇടാൻ ടൈമിൽ അത്യാവശ്യം അരപ്പ് വേണമെന്നുള്ളവർ അത്യാവശ്യം നല്ല തീരെ വറ്റിക്കാൻ നിൽക്കേണ്ട. അതൊന്ന് നല്ല രീതിയിലൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ മീൻ, ആ മീനെടുത്ത് ഇതിലേക്ക് ഇടാം. ആ മീൻ മുഴുവനും തെറ്റി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടതാ ഈ ഒരു പരുവത്തിലെത്തി. ഓക്കെ, വളരെ നല്ലതുപോലെ വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച മീനല്ലേ. ഇത് കഴിഞ്ഞ് നമുക്കടുത്ത് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം നമുക്ക് അരപ്പിടാം. നമുക്ക് ആദ്യം അരപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അടിയിലായിട്ടും കുറച്ചേ വയ്ക്കുന്നുള്ളൂ. ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറ് വയ്ക്കുന്നുണ്ട്. നമുക്ക് ചോറ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ കാണുന്ന രീതിയിൽ തന്നെ എല്ലാം അതുപോലെ അറേഞ്ച് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇവിടെ ചോറെല്ലാം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഒരു 2-3 ലെയറായിട്ടാണ് അരപ്പ് ചേർത്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ആദ്യം വഴറ്റി വെച്ചിരുന്നില്ലേ സവാള, അതെടുത്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ദമ്മിടാം. നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.